5 വർഷങ്ങളിലായി 100ഓളം സൈക്കോളജിസ്റ്റുകൾ 20ൽ പരം ഭാഷകളിലായി സൈക്കോളജിക്കൽ സേവനം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് മൈൻഡ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 6000-ലേറെ വിജയകരമായ സെഷനുകൾ പൂർത്തിയാക്കാൻ മൈൻഡ് സാധിച്ചിട്ടുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വിരൽ തുമ്പിൽ തന്നെ മാനസികാരോഗ്യ ക്ഷേമം സർവീസായി ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് മൈൻഡ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റിനെ കാണാനും ശാസ്ത്രീയമായി പരിഹാരത്തിലേക്ക് എത്താനും മൈൻഡ് വഴി സാധിക്കുന്നു. സ്വന്തം സ്വകാര്യതയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും വളരെ നല്ല രീതിയിൽ തുറന്നു പറയാൻ വേണ്ടി ഓൺലൈൻ കൗൺസിലിംഗിലൂടെ സാധിക്കും. കൗൺസിലിംഗ് എന്നത് വെറും ഉപദേശമോ അല്ലെങ്കിൽ സംസാരമോ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന ശാസ്ത്രീയമായ ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താനും പരിഹാര മാർഗത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. ഇതുകൊണ്ട് തന്നെ മൈൻഡ് പേഷ്യന്റ് കെയർ സിസ്റ്റം വളരെ നൂതനവും സാങ്കേതികതയും നിറഞ്ഞതാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിന് കൃത്യമായ പരിഹാര നിർദ്ദേശത്തിന് വേണ്ടിയാണ് മൈൻഡ് പ്രൈമറി അസസ്മെന്റ് ഉപയോഗിക്കുന്നത്. ഈ അസസ്മെന്റിന് ശേഷം കൃത്യമായ സൈക്കോതെറാപ്പികൾ ഷെഡ്യൂൾ ചെയ്യുകയും കൃത്യമായ പരിഹാര മാർഗങ്ങളിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയും ചെയ്യുക എന്നതാണ് മൈൻഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗിന്റെ രീതി. സൈക്കോതെറാപ്പിയിലൂടെ കൗൺസിലിംഗിലൂടെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത് ജീവിതത്തിലേക്കുള്ള പൊതുജീവനും പ്രതീക്ഷയുമാണ്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യം. എന്നാൽ പലപ്പോഴും മാനസികാരോഗ്യത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അതിന്റെ ഏറ്റവും വഷളായ രൂപത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും മാനസികാരോഗ്യം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. ഈ സമയത്ത് ആരെ കാണണം, എങ്ങനെ കാണണം, സൈക്കോളജിസ്റ്റിനെയാണോ കാണുന്നത്, സൈക്കാട്രിസ്റ്റിനെയാണോ കാണുന്നത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്ത് തരത്തിലുള്ള സഹായമാണ് അവർ നൽകുന്നത്, ഇങ്ങനെ പലതരം ചോദ്യങ്ങളാണ് ഓരോ വ്യക്തിയുടെയും മുന്നിൽ ഒളിച്ചു വരുന്നത്. മരുന്ന് ആവശ്യമായ സന്ദർഭങ്ങളിൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റിലേക്ക് തന്റെ ക്ലയന്റ്സിനെ റെഫർ ചെയ്യുന്നു. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും ആവശ്യമുള്ള സമയത്ത് സൈക്കാട്രിസ്റ്റ് തന്റെ ക്ലയന്റ്സിനെ സൈക്കോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യുന്നു. എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത്? നിങ്ങൾക്ക് വ്യക്തിപരമായോ കുടുംബപരമായോ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കാം. ആദ്യം നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിനെയാണ്. സൈക്കോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ തന്നെ പ്രഥമ അസസ്മെന്റുകളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുകയും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഡിപ്രഷൻ, ആൻസൈറ്റി, സ്കീസോഫ്രീനിയ പോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി നമുക്കറിയാം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള പല വിധത്തിൽ പല ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള 100ഓളം സൈക്കോളജിസ്റ്റുകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൈൻഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ എല്ലാത്തിലും ഓരോ സ്പെഷ്യലിസ്റ്റുകൾ മൈൻഡ്. നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് സമയത്തും മൈൻഡ് സേവനം ലഭ്യമാണ്. മനഃശാസ്ത്ര വിദഗ്ധരെ കാണാൻ ഭീമമായ തുക ഈടാക്കുക എന്ന പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആദ്യത്തെ സൈക്കോളജിക്കൽ സെഷന് വെറും 500 രൂപ മാത്രമാണ് മൈൻഡ് ഈടാക്കുന്നത്. മൈൻഡ് സമീപിക്കുന്ന ഏതൊരു വ്യക്തിയെയും പിന്നീട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് മൈൻഡ്. നിങ്ങൾ ഇവിടുന്ന് സെഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനുശേഷം കൃത്യമായ ഫീഡ്ബാക്കിങ്ങും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതും മൈൻഡ് രീതി തന്നെയാണ്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 500 രൂപ പേ ചെയ്ത് നിങ്ങളുടെ സൈക്കോളജിസ്റ്റുമായുള്ള ആദ്യ സെഷൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.